ബൽറാം, ഗുഡ് മോർണിംഗ്. അതിർത്തിയിലെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ നിരോധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നടന്മാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അതിർത്തിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഒപ്പം തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാന്റെ ഒരു നീക്കം എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. അതിർത്തി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അതീവ ജാഗ്രത പുലർത്തുകയാണ് ഇന്ത്യൻ സൈന്യം. ഈ പാകിസ്ഥാന്റെ തുടർച്ചയായുള്ള പ്രകോപനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. സേനാവിന്യാസം അത് ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ കൂടുതൽ വിവരങ്ങളും നമുക്ക് പങ്കുവെക്കാൻ കഴിയില്ല. അതിന് മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായുള്ള പ്രകോപനങ്ങൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അതിർത്തി കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. കൂടാതെ ഏത് തരത്തിലുള്ള ഒരു തീരുമാനം അത് നടപ്പാക്കാനുള്ള നിർദ്ദേശം വന്നാലും അത് സാക്ഷാത്കരിക്കാനായി സൈന്യം സജ്ജമാണ്. അതിനുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ, അത് ഒരു ദീർഘകാലമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുകയാണെങ്കിൽ അതിനുപോലും സജ്ജരാണ് സൈന്യം എന്ന് മാത്രം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയൂ. അതേസമയം ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിലെ വനമേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം എന്നുള്ളത്, കഴിഞ്ഞ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 8 ദിവസത്തിനിടെ 6 ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇന്നലെ പുലർച്ചെ അന്താരാഷ്ട്ര അതിർത്തിയിൽ പോലും ഇന്ത്യൻ പോസ്റ്റിന് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ അടിയന്തര ഹോട്ട്ലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ സംസാരിച്ചു. കൃത്യമായ മുന്നറിയിപ്പ് ഇന്ത്യ ആ ഒരു ഫ്ലാഗ് മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ ഒരു ഹോട്ട്ലൈൻ ചർച്ചയിൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുന്നത് തുടർന്നു കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി തന്നെ ഇനി മുതൽ നേരിടേണ്ടി വരും എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ. അതിന് ഫലമുണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി വെടിവെപ്പുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. അതേസമയം ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ ചരിത്രത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലതവണ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനിക തലത്തിലും പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു ആശങ്ക പാകിസ്ഥാന്റെ പ്രകടനങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ് താനും. ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളികൾ പാകിസ്ഥാന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം നടത്തിയിരുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങളിലേക്ക് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ വലിയ തോതിൽ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പാകിസ്ഥാൻ എടുത്ത ഒരു തീരുമാനവും അത് പ്രകടമാണ്. ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന് അധിക ചുമതല നൽകിയിരിക്കുന്നു. അർദ്ധരാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ പാകിസ്ഥാൻ പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതല കൂടി നൽകിയിരിക്കുകയാണ് ISI മേധാവിക്ക്. ഇത്തരത്തിലുള്ള നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നത്. അതേസമയം ഇന്ത്യയാകട്ടെ ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആയുധമെടുക്കും മുമ്പ് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന നയതന്ത്ര സമീപനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ മറ്റ് നിയന്ത്രണങ്ങൾ പ്രൊപ്പഗണ്ട ഇന്ത്യയിൽ പടർത്താതിരിക്കാനുള്ള നടപടികൾ, അത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധനം അടക്കമുള്ള നടപടികൾ, അത്തരം തുടർച്ചയായുള്ള നടപടികൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക വാർത്താ വിതരണ വിഭാഗമായ IPSRന്റെ യൂട്യൂബ് ചാനലിനും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് സജീവമായി തന്നെ തുടരുകയാണ് ജമ്മു കശ്മീരിലെ വനമേഖലയിൽ. ക്രിസ്റ്റീന, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.